ഗുഡ് മോർണിംഗ്. ഇതാണ് ഞാൻ എന്നും പോകുന്ന ജിം. ട്രിവാൻഡ്രത്ത് കുറവൻകുണത്തുള്ള ഫീനിക്സ് എന്ന് പറഞ്ഞ ജിമ്മാണ്. ഇതാണ് രജിത്ത്, എൻ്റെ ട്രെയിനർ. രജിത്ത് അമ്മുവിൻ്റെയും ട്രെയിനറാണ്. അമ്മുവിന് 2 ട്രെയിനേഴ്സുണ്ട്, വിനീതും രജിത്തും. ഞാൻ അത്യാവശ്യം കഷ്ടപ്പെട്ട് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഐ ഹോപ്പ് കൺസിസ്റ്റൻ്റായിട്ട് എനിക്ക് പോകാൻ പറ്റണം. ബോഡി ഒന്ന് ഹെൽത്തി ആവണം. ശരിക്കും ആദ്യം ഒന്ന് ഫിറ്റ് ആവണം. മെലിയുന്നതിനേക്കാൾ എനിക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് ബോഡി ഫിറ്റ് ആവുക എന്നുള്ളത്. ആൻഡ് രജിത്ത് ശരിക്കും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ആകും എന്നെനിക്കൊരു ഹോപ്പുണ്ട്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. ഇന്നത്തെ കാര്യം ഞാനിപ്പോൾ ഓരോ ദിവസം ഇച്ചിരി എക്സ്ട്രാ വെയിറ്റൊക്കെ കൂട്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ സ്റ്റാമിന ഉണ്ട്. ആദ്യം സ്റ്റാമിനയൊക്കെ നല്ല കുറവായിരുന്നു. ഇപ്പോൾ എനിക്കങ്ങനെ വളരെ ഞാൻ തളർന്നു പോകാറില്ല. ഐ സ്റ്റാർട്ട് എൻജോയിങ് ദ ഹോൾ പ്രോസസ്സ് കേട്ടോ. ഇനി ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഹുസീയുടെ കൂടെ കിംസിലെ ചെക്കപ്പിന് പോകണം. ഇനി നമ്മൾ ആളെ അഡ്മിറ്റ് ആക്കാൻ പറയുമോ എന്നൊന്നും അറിഞ്ഞൂടാ. അപ്പം ഞാനിന്ന് എൻ്റെ ട്രെയിനർ രജിത്തിനോട് പറയായിരുന്നു, ഞാൻ ഇത് പണ്ടേ തുടങ്ങേണ്ടതല്ലായിരുന്നോ? എത്ര ദിവസം ഞാൻ രാവിലെ ഹാൻസൂരെ കോളേജിൽ വിടാൻ പോകുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു, വെറുതെ ഷോപ്പിങ്ങിന് പോകുന്നു, അങ്ങനെയല്ല. അതല്ലേ ഐ വാസ് ജസ്റ്റ് വേസ്റ്റിംഗ് സച്ച് എ ലോട്ട് ഓഫ് മൈ ടൈമിനോ. എപ്പോഴെങ്കിലും തുടങ്ങിയ വലിയ കാര്യം. ഈശാനി എന്നോട് എപ്പോഴും പറയുന്നത് യു ഷുഡ് ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി, അല്ലെങ്കിൽ ആസ് യു ഈച്ച് പ്രശ്നങ്ങളാവും എന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നേ. നാച്ചുറൽ ചെയ്യാം, ഓക്കെ. നമ്മുടെയൊക്കെ മനസ്സിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരവരുടെ ബോഡി എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്താ പ്രശ്നം, പെർഫെക്റ്റ്, നോ പ്രോബ്ലം, ഇത്തിരി വണ്ണം, അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ വിചാരിക്കും, ഞാൻ ഇവരെക്കാൾ ആക്റ്റീവായിട്ട് സ്റ്റെപ്പ് കയറുന്നു, ഓടുന്നു, ടെറസിൽ പോകുന്നു, അത് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, ഇതൊരു കുഴപ്പമില്ലല്ലോ, ലൈക്ക് ഐ എം ഓക്കെ. ദാറ്റ്സ് ഹൗ ഐ യൂസ്ഡ് ടു ഫീൽ. ബട്ട് ആസ് യു ഏജ് ആ മസിൽസിനോട് ഭയങ്കര വീക്കാവും. ഇങ്ങനെ അതിങ്ങനെ പതുക്കെ ഏതൊരു ഏജ് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിനെ പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്തും അതുപോലത്തെ ഭക്ഷണം കഴിച്ചും ഡയറ്റ് കൺട്രോൾ ചെയ്ത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളത് കഴിച്ച് ആവശ്യമില്ലാത്തത് അവോയ്ഡ് ചെയ്ത് നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചറിൻ്റെ ഇഷ്യൂസൊക്കെ നോക്കി അതനുസരിച്ചുള്ള എക്സസൈസസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഇപ്പോൾ നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് ലീഡ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് എനിക്കിപ്പോൾ കയറിയിട്ടുണ്ട് മനസ്സിൽ. ഞാനിപ്പോൾ എന്നും ലുക്ക് ഫോർവേഡ് ചെയ്താൽ ഇപ്പം ജിമ്മിൽ പോവാം. I look forward. 2 hours I spend in the gym. That's like very important now for me. ഓസിയുടെ ഡെലിവറി ആയ 4-5 ദിവസം പറ്റത്തില്ല. പിന്നെ രജിത്തിനോട് പറയണം, ഞാൻ ഇതൊട്ട് രാവിലെ ഹൻസൂൻ്റെ കോളേജോ 1/2 hour ഏർലി ആക്കി. വളരെ അതാദ്യം എനിക്കത് അയ്യോ ബുദ്ധിമുട്ടിലൊക്കെ തോന്നിയെങ്കിൽ ഇപ്പം തിങ്കിങ് അതൊരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ഇത് 1/2 hour ഏർലി ആയിട്ട് നമ്മൾ രാവിലെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യും. സോ ഞാൻ വിചാരിക്കുകയാണ് ഇനി അങ്ങോട്ട് ഹൻസൂൻ്റെ കോളേജ് വിടുമ്പോൾ ഇതേ ടൈം എനിക്ക് വരാം. എന്നിട്ടൊരു സൈഡ് ലെവലപ്പോൾ അങ്ങനെ തിരിച്ചെത്തിയാൽ മതി. ഓസി എന്തായാലും ആദ്യം രാവിലെ കുഞ്ഞൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഉണരാനും മറ്റേ കുഴി ബഹളമൊക്കെ രാവിലെ ഒരിക്കലും ഓപ്റ്റ് ചെയ്തില്ല. ഊസി എന്തായാലും 11 o'clock ഓപ്റ്റ് ചെയ്തു. അപ്പോൾ ഞാനതൊന്ന് സെറ്റാക്കിയാൽ മേ ബി ഐ ഷുഡ് മിസ് മൈ ജിം ഓൾസോ. ഐ ക്യാൻ കം ടു മൈ ജിം. അപ്പോൾ ഓക്കെ, ഇന്നിനി കുറേ ഷോപ്പിംഗ് ഒക്കെ ബാക്കിയുണ്ട്. ഞാൻ ഇങ്ങനെ ഇപ്പോൾ ആദ്യമൊക്കെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എനിക്ക് ഞാൻ കടയിൽ പോകാൻ ചമ്മലായിരുന്നേ. അപ്പോൾ എനിക്ക് ചമ്മലുണ്ട്. ഇങ്ങനെ പോയിട്ട് സാധനങ്ങളിലേക്ക് വീട്ടിൽ പോയി ഇനി ദേയം കഴുകി കുളിച്ചൊക്കെ ഇറങ്ങുമ്പോൾ പിന്നെ മടിയാവും. അപ്പോൾ ഇങ്ങനെ പോയിട്ട് സാധനമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ പോയി പിന്നെ ഞാൻ കുളിക്കാൻ. അപ്പോൾ ഓക്കെ, ഇനി കടയിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് കണ്ടോ ഓക്കെ. ഈ ജിമ്മിൽ ലേഡീസിൻ്റെ ചേഞ്ചിങ് റൂമാണ്. ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ്. നല്ല പോഷാണ് ഇവിടുത്തെ ഈ ചേഞ്ച് ചെയ്യുന്ന സ്ഥലം. ഇറ്റ്സ് വെരി ക്ലീൻ. ഇവിടെ ക്ലീനിങ്ങിനൊക്കെ ഉള്ള ലേഡീസ് ഭയങ്കര ക്ലീൻ. ഓരോരുത്തരും ഒരു മെഷീനെ കൊണ്ട് യൂസ് ചെയ്തിട്ട് മാറുമ്പോൾ തന്നെ അപ്പം തന്നെ മറ്റേ സാനിറ്റൈസർ ലോഷനൊക്കെ ഇട്ടിട്ട് ആ ഓരോന്നും തുടച്ചുകൊണ്ടേ ഇരിക്കില്ല. റിപ്പീറ്റ്. ആരേത് ചെയ്ത് മാറ്റുന്നോ അവരങ്ങനെ ക്ലീൻ ചെയ്ത് മറ്റാൾക്കാർക്ക് പിടിക്കുകയും ഒക്കെ ചെയ്യേണ്ട സ്ഥലമൊക്കെ വന്നാൽ അവരപ്പം തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെരി പോസിറ്റീവ് ദിസ് പ്ലേസസ്. സോ ജിം വർക്കൗട്ട് ഇസ് ഗുഡ്. എൻ്റെ ഡ്രൈവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഐ ആം ഗോയിങ് ഡൗൺ. ഫാൻസി 2 ദിവസം മുകളിൽ ഫ്രണ്ടിൻ്റെ അവിടെ ഈ സ്ഥലത്ത് തന്നെ കുബയുടെ മുകളിലുള്ള ഓൾഡ് സ്കൂൾ. അവിടെ നല്ലത് മാക്കും ചീസോ അങ്ങനെ എന്തോ കിട്ടിയ അടിപൊളി ടേസ്റ്റായിരുന്നു. നമുക്ക് എന്തൊക്കെ ഇവിടെ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ ദിവസം പോകണം ഫാൻസിൻ്റെ കൂടി. അയ്യോ ലിഫ്റ്റ്
പോവില്ല, ഞാൻ വരുന്നു. ചിലപ്പോൾ വിചാരിക്കും ലിഫ്റ്റിൽ കയറാൻ നടന്നു പോകാം. എന്നാൽ ലിഫ്റ്റ് കാണുമ്പോൾ ഒരു മടി, അതിൽ കയറിയാൽ എനിക്ക് അത് എത്തും. നടക്കണം ഇടയ്ക്ക്, പിന്നെ ഞാൻ ടയേർഡാണ്. ഈ സമയമില്ല. അയ്യോ ഉച്ചയ്ക്ക് ഓസിയുടെ കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ട് വീട്ടിൽ പോയിട്ട് ഒത്തിരി ജോലിയുണ്ട് എൻ്റെ ഇടയിൽ. എൻ്റെ പാവ വണ്ടി എന്നെ കാത്തു നിൽക്കുന്നു. ഞാൻ സ്പ്രിങ്ങിൽ ഷോപ്പ് ചെയ്യാൻ വന്നപ്പോൾ നമ്മുടെ ട്രെയിനർ എത്തി. ന്യൂട്രാ ബഡ്ഡിയുടെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് എന്തൊക്കെയാ രജിത്ത് വാങ്ങണമെന്ന് ഞാൻ നോക്കാം. ബാക്കി നമ്മളെല്ലാ സാധനങ്ങളും ലുലുന്ന് ഇന്നലെ വാങ്ങി. ഫ്രഷ് ആയിട്ട് കിട്ടേണ്ട ലെറ്റൂസ് ഉണ്ട്, അതൊക്കെ ഇവിടെ വാങ്ങി. അപ്പോൾ ലെറ്റൂസ് വാങ്ങാനായിട്ട് കൊണ്ടുവന്ന് നോക്കാം. അയ്യോ, യു ലൈക്ക് ചക്ക? യു ലൈക്ക് ചക്ക? അമ്മുവും കിച്ചുവും ഒക്കെ കഴിക്കുന്ന ന്യൂട്രാ ബഡ്ഡിയുടെ ഭക്ഷണം രജിത്തിൻ്റെ ഹെൽത്തി കിച്ചണിനാക്കിയാണ് കൊടുത്തു വിടുന്നത്. അതിനുവേണ്ടി വന്ന് പാവം എല്ലാം നോക്കി ഒരു പാവം ട്രെയിനറിൻ്റെ ഒരു അവസ്ഥ. പക്ഷെ നല്ലൊരു കോൺസെപ്റ്റാണ് കേട്ടോ. രജിത്തിൻ്റെ കോൺസെപ്റ്റ് സോ ഗുഡ്. കിച്ചുവൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഭയങ്കര ഹാപ്പി. അപ്പോൾ അത് കഴിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും കഴിക്കാൻ തോന്നത്തില്ലല്ലേ. പക്ഷെ ഞാൻ എന്തായാലും വീട്ടിലെ ഫുഡ്, നമ്മളെല്ലാവരും വീട്ടിലെ ഫുഡ് കഴിക്കാതെ വീട്ടിലെ അടുക്കള ക്ലോസ് ആവും. കുഴപ്പമില്ല, വഴിയേ വന്നാൽ മതിയാ. എനിക്ക് പക്ഷെ വീട്ടിലെ ഭക്ഷണം കഴിച്ചാൽ എനിക്കൊരു തൃപ്തിയോ. ഇതൊക്കെ എടുക്കുമോ ക്യാപ്സിക്കം ഒക്കെ? ഇന്നിപ്പോൾ ആവശ്യമില്ല, ഇതെല്ലാം നമ്മൾ ഫ്രഷ് ആയിട്ട് അന്നെന്നുള്ള വന്ന് വാങ്ങിക്കുമോ? ഇപ്പം വീക്കിലി നമുക്ക് ഇരിക്കും എന്നുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ മൺഡേ പോയി ലുലുന്ന് വാങ്ങും. എന്നിട്ട് ബാക്കി ഇതുപോലുള്ളതൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടിയെങ്കിൽ ഇപ്പോൾ സാലഡിലൊക്കെ ആണെങ്കിലും ലെറ്റൂസ് ഒക്കെ ഫ്രഷ് ആയിട്ട്. ഇന്ന് ഉച്ചയ്ക്ക് വൈകിട്ട് സാലഡ് ഉണ്ട്, ഫ്രഷ് ആയിട്ട് തന്നെ ഉള്ളത് വേണം. ഇന്നെന്താ ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ? ഇന്ന് ഉച്ചയ്ക്ക് നോക്കിയാലേ അറിയാവുള്ളൂ. ഇന്ന് ഉച്ചയ്ക്കുള്ളത് കുഴപ്പമില്ല, നോക്ക്. ഫുൾ വീക്കിലി നമ്മൾ മെനു മാറ്റുന്നുണ്ട്. ഡെയിലി ഓരോ ഫുഡാണോ? ഡെയിലി ഓരോ ഫുഡാണ്. അത് അടുത്ത ആഴ്ച വീണ്ടും അതുപോലെ റിപ്പീറ്റ് ചെയ്യോ? അതോ അടുത്ത ആഴ്ച റിപ്പീറ്റ് ചെയ്തില്ല. ഇനി ഇന്നത്തെ ഫുഡിന് ഒരു 1-2 മാസം കഴിഞ്ഞത് അങ്ങനെ വരത്തുള്ളൂ. ഇന്നത്തത് ഗാർലിക് ഹെർബ് ബേക്ക്ഡ് ചിക്കൻ. ഗാർലിക് ഹെർബ് ബേക്ക്ഡ് ചിക്കൻ. അതിൽ ഹെർബ്സ് ഒക്കെ എന്തൊക്കെയാണ്? റോസ്മേരി, തൈം, അങ്ങനത്തെ കുറേ ഇംഗ്ലീഷ് ഹെർബ്സ് ഉണ്ട്. അങ്ങനത്തെ ഐറ്റംസ് ആണ്. ഇന്നത്തെ ഫുഡ് അമ്മ വളരെ ഹാപ്പി ആയിരിക്കും. ഇന്നത്തായിരിക്കും അമ്മൂന് ഇഷ്ടപ്പെട്ട ഒന്നുണ്ടല്ലോ. എന്താ ഇഷ്ടപ്പെട്ടത്? ബിബിൻ ബാപ്പോ? ഏതോ അത് കൊറിയൻ. അപ്പൊ ഇതൊക്കെ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ രജിത്ത് ഇങ്ങനെ ഇരുന്ന് കണ്ടുപിടിച്ചെടുക്കുന്നതായിരിക്കും ഡയറ്റ് ഫുഡ്? ഞാനും ഷെഫ് വിരാട് കോഹ്ലിയുടെ ഒക്കെ പ്രൈവറ്റ് ഷെഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഋഷഭ് പന്തിൻ്റെ കൂടെ ഒരുപാട് കാലം വർക്ക് ചെയ്തു. മുംബൈയിൽ ഒരു ഇങ്ങനെ പ്രൈവറ്റ് ഷെഫ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പയ്യന് നല്ലോണം ഡയറ്റ് ഫുഡെല്ലാം ഉണ്ടാക്കാൻ അറിയാം. വിരാട്ടിനൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക ഡയറ്റിൽ തന്നെ കൊടുക്കും. അപ്പോൾ ആ പയ്യന് ഞാനും കൂടി ഇരുന്നിട്ട് ഡിസൈഡ് ചെയ്തുണ്ടാക്കും. അപ്പോൾ ഇനി ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ട്രിവാൻഡ്രം ഫോക്സ് ഡയറ്റ് ഫുഡ് എടുക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു ന്യൂട്രാ ബഡ്ഡി. വെയിറ്റ് കൂട്ടുന്നതിന് അത് വേറെ ഫുഡായിരിക്കും അല്ലേ? വേറെ ഫുഡ്. അപ്പോൾ ശരി രജിത്ത്, നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ. ഷോപ്പിംഗ് ഡൺ. അരുൺ, താങ്ക് യു ഫോർ ദ മൽഗോവ. ഇവിടെ വരുമ്പോൾ ഇവിടെ ഓരോ പുതിയ അന്നൊന്നും മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കട്ട് ചെയ്ത് തരും. ഇത് ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ട അപ്പോൾ ഞാൻ വാങ്ങിക്കാം. ഉണ്ടെങ്കിൽ അരുൺ പണ്ടുതൊട്ടേ ഉണ്ട്. സ്വീറ്റ് ബോയ്. ആരോഗ്യം എങ്ങനെയുണ്ട്? സന്തോഷമായി പോകുന്നു. വീട്ടിലെന്താ ഉച്ചയ്ക്ക് എന്ന് വിചാരിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഇവിടെ സർപ്രൈസ് ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ എനിക്ക് അറിയാമായിരുന്നു വലിയ സർപ്രൈസ്. സാധനം കണ്ടിട്ട് ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയി. അർജുൻ്റെയും ഇഷാനിയുടെയൊക്കെ ഫ്രണ്ട് ഉണ്ട്, മാറ്റ് ആക്ച്വലി ഓസിക്ക് വേണ്ടി ഓസി പ്രഗ്നൻ്റ് ആയിട്ട് കുറച്ച് നാളായിട്ട് ഓസിക്ക് വീട്ടിൽ വിളിച്ചിട്ട് ഡിന്നർ കൊടുക്കണം അല്ലെങ്കിൽ ലഞ്ച് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഓസി മിക്ക ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടും ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഇതൊക്കെ ആയിട്ട് ആകെ ഒരു മെസ്സിലിരിക്കുന്നതുകൊണ്ട് ഓസിക്ക് ഇങ്ങനെ പോകാനുള്ള ഒരു ടൈം കിട്ടില്ല. അപ്പോൾ ഓസിയുടെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഓസി എന്തായാലും കുറച്ച് ദിവസത്തിൽ പ്രസവിക്കും. അതുകൊണ്ട് പാവം മാറ്റ് ഇന്ന് കുറേ കുക്ക് ചെയ്ത്
വീട്ടിൽ കൊടുത്തയച്ച കൂടെ കണ്ടിട്ട് എനിക്കിത് തല കറങ്ങുന്നു. ഞാനൊന്ന് കാണണോ? കാണിച്ചു തരാം. ഇതെന്താടാ? മട്ടനോ? ലുക്സ് ലൈക്ക് ഇറ്റ് മറ്റനാണെന്ന് തോന്നുന്നു. എന്താ ഇത് ഫിഷാണോ? മണപ്പിച്ചേ സിമിലർ മണം അല്ല ഫാമിലി. ഇറ്റ്സ് ഫിഷ്, വറുത്തരച്ച മീൻ. ആ അത് തന്നെ സിമിലർ മണം ഫാമിലി. ദിസ് ഇസ് പ്രോൺസ്. ആഹാ. ആൻഡ് ഇതെല്ലാം പുള്ളിക്കാരൻ തന്നെ കുക്ക് ചെയ്തു എന്നാ കേട്ടോ. ആൻഡ് ദിസ് ഇസ് ഫിഷ് മപ്പാസ്. ഫിഷ്. സൂപ്പർ. That's beef. And that looks amazing. ചിക്കൻ. Super. പച്ചക്കറി ഉണ്ടോ? പാവം, ബീട്രൂട്ട് വരെ ഉണ്ട്. ഓ, ദാറ്റ്സ് റിയലി സ്വീറ്റ് ഓഫ് ഹിം കേട്ടോ. വാട്ട് ഇസ് ദിസ്? കണവ. ഓസിക്ക് കണവ ഇഷ്ടമാണെന്നല്ലോ നീ പറഞ്ഞു അവിടെ പോയി. സീ ഫുഡ് ആണ് ഇഷ്ടം. അയ്യോ, അതാണ് കുറെ അങ്ങനത്തെ കേട്ടോ. What is that? I am not sure. ഇതാണ് ഫിഷ് മപ്പാസ്. ഇതാണ് ആ ഐറ്റം. തേങ്ങാപ്പാൽ ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് മോളി, ഫിഷ് മോളി ടൈപ്പ്. ഫ്രിഡ്ജ് വെക്കാൻ പറഞ്ഞായിരുന്നു. What is this? Yes. And that's ഇഞ്ചി കറി. അപ്പോൾ പോയി കഴിക്കട്ടെ. അടിപൊളിതാ. ഒരു ലോഡ് സാധനം. നമ്മുടെ വീട്ടിലും അപ്പച്ചി പറയുന്നത് നല്ല ഫിഷാണ്. കാരെന്ന് പറഞ്ഞിട്ടുള്ള മീനാണ് ഇവിടെ കിട്ടിയത്. നമ്മുടെ വീട്ടിൽ നല്ല ഫുഡായിരുന്നു. ബട്ട് ദിസ് ലുക്സ് ചെയ്യാം. ഫുഡ് കൂടിയില്ല. താങ്ക് യു. ഇതുപോലത്തെ കൂട്ടുകാർ ഇനിയും ഉണ്ടോ? കഴിക്കുന്നത് ഇങ്ങോട്ട് വെക്കട്ടെ? ഇവിടെ തന്നെ കഴിക്കുന്നത്? ടേബിളിൽ വെക്കട്ടെ? നിങ്ങളുടെ വീട്ടിലേക്ക് തന്നാ? ഓസി എത്തിയില്ല. ഇപ്പം എത്തും. എത്തി വീണ്ടും. ഇന്നത്തെ പോലെ ഹസീന വന്നു. ഇവിടെ ഇങ്ങനൊരു സ്പേസ് ഉണ്ട്. ഇവിടെയാണ് ഡെലിവറി നടക്കുന്നത്. അടിപൊളി വ്യൂ ഉണ്ട്. ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആലോചിക്കുക, നമ്മളൊക്കെ പ്രസവിച്ചപ്പോൾ അവിടെ ഇങ്ങനത്തെ ഒരു സൗകര്യമൊന്നും ഇല്ലായിരുന്നു. പോസി കൂട്ടിയിട്ടുണ്ടായില്ല. Ready to burst. Tata. He's very happy in his life. Are you happy, man? ഇടയ്ക്ക് വെച്ച് ലാപ്ടോപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി പോയപ്പോൾ വലിയ തനിക്ക് വിഷമം എന്നെ സേഫ് ആയിട്ട് എത്തിയിട്ട് വിളിക്കാം. ബൈ. ഡിന്നർ കഴിക്കാൻ വന്നിട്ട് പോയി. യൂഷ്വലി ഡെലിവറിക്ക് തൊട്ട് മുന്നേയൊക്കെ എല്ലാവരും ചോദിക്കും മോള് വീട്ടിൽ വന്നോ, ഇവിടെയാണോ നിൽക്കുന്നതെന്ന്. ഓസിയുടെ ഫ്ലാറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. തൊട്ടടുത്ത ഓസിയുടെ ഫ്ലാറ്റ്. കാരണം ഓസിക്ക് അവിടെയാണ്, ഓസിക്ക് ഒത്തിരി ഫോട്ടോസ് എടുക്കാനുണ്ട്. കാരണം ഓസിക്ക് അവിടെയാണ് ഇഷ്ടം. ഞങ്ങളുടെ വീട് പിന്നെ ഒരു ക്രൗഡഡ് പ്ലേസ് ആണല്ലോ, ഒത്തിരി ആൾക്കാരുള്ള സ്ഥലമാണ്. അവിടെ ആകുമ്പോൾ ദേ ഹാവ് ദെയർ പ്രൈവസി ആൻഡ് ഓൾ ദാറ്റ്. സോ പിന്നെ നമ്മളിവിടുന്ന് കാറെടുത്താൽ 2ാമത്തെ മിനിറ്റിൽ അവിടെ എത്തും. അപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫോൺ കോൾ വരെ നമുക്ക് അങ്ങോട്ട് പോകാമല്ലോ. അങ്ങനെ കുറേ കോമഡിയൊക്കെ പറയും. ഇന്നിപ്പോൾ ഓസി ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ തിരിഞ്ഞ് ബാക്കൊക്കെ കണ്ട പ്രഗ്നൻ്റ് ആണെന്ന് തോന്നത്തേ ഇല്ല. നമ്മൾ കിംസിൽ പോയപ്പോഴും അവിടെ ഇങ്ങനെ ആ ഡെലിവറി ഏരിയയുടെ അവിടെയൊക്കെ നമുക്ക് ഇന്നലെ ചെക്കപ്പിന് പോകുമ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസ് എല്ലാവരെയും കണ്ട ശരിക്കും പ്രഗ്നൻറ്റ് ലുക്കാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ. ഓസി മാത്രം ഓടി 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 അങ്ങനെ അങ്ങ് പോകുന്നൊരു ഒരു എന്താ ഇപ്പം 2-3 ദിവസത്തിൽ പ്രസവിക്കാൻ പോകുന്ന ഒരാളുടെ ഒരു ലുക്കിലല്ല ഓസി നടക്കുന്നത്.
ഞാനത് ഓർക്കുമ്പോൾ ഇവൻ ഐ യൂസ് ടു ബി ലൈക്ക് ദാറ്റ് ലൈക്ക് ഞാൻ ഓസിയെ പ്രസവിക്കാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ ചോദിച്ചു എന്താ വന്നേ, പ്രസവിക്കാറായോ, കണ്ടാൽ അങ്ങനെ വയറ് കണ്ടാൽ തോന്നത്തേ ഇല്ലല്ലോ എന്ന് പറയും. ഐ തിങ്ക് ഓസി എന്നെ പോലെ കുറച്ച് സ്മൂത്തായിട്ടുള്ള ഡെലിവറിയൊക്കെ ആയാൽ മതിയായിരുന്നു. എൻ്റെതൊക്കെ എല്ലാം കുറച്ച് സ്മൂത്തായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ റിക്കവറിയൊക്കെ ഭയങ്കര ഫാസ്റ്റായിരുന്നു. ലൈക്ക് ഐ വാസ് ക്വൈറ്റ്, ഒരു പ്രഗ്നൻസി ഡെലിവറി ഒന്നും എനിക്കൊരു വലിയ ഇഷ്യൂ അല്ലായിരുന്നു. അവർക്കും എല്ലാം അങ്ങനെ ആയാൽ മതിയായിരുന്നു. ഹോപ്പിങ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. ഇനി എൻ്റെയും ഓസിയുടെയൊക്കെ കുറച്ച് സാധനങ്ങൾ വെക്കണം, ബേബി സാധനങ്ങൾ വെച്ചു. നാപ്കിപ്പില്ല അറിയാൻ മറന്നു. പാമ്പേഴ്സ് തന്നെയായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ വെതറിൽ നമ്മൾ ഫുൾ ടൈം എ സി ഇട്ടാൽ കുഴപ്പമില്ല. AC നമ്മൾ ഇടാതെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ പാമ്പേഴ്സ് എപ്പോഴും വെച്ചാൽ റാഷ് വരും. അപ്പോഴാണ് നമ്മൾ പിന്നെ നാപ്പി ക്ലോത്ത് പ്രിഫർ ചെയ്യുന്നത്. ഇഷാനി ഫുട്ബോൾ കളിക്കാൻ പോയി എത്തിയിട്ടില്ല. ഇനി കുറേ നാളിന് ശേഷം തലയിൽ കുറച്ച് കേർഡിട്ട് ഇറ്റ് സ്മെൽസ് ഞാൻ ഷാമ്പൂ ഇട്ടെന്നാലും ഇറ്റ്സ് നൈസ്, ഇറ്റ് ഫീൽസ് ഇറ്റ് സ്മൂത്ത്. അപ്പോൾ ഓക്കെ, ഇന്നലെ രാത്രിയുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ 20 പൂ ഒരുമിച്ച് പൂത്തു. ഇന്ന് ഞാൻ എത്ര എണ്ണം പൂത്തു എന്ന് നോക്കാം. ഇന്ന് കുറവാണ്. ഇന്ന് ഒരെണ്ണം, പിന്നെ 1-2 കൂടെ ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കാണും. ഇതാ ഞങ്ങളുടെ നെയ്ബറിനുണ്ട്. അതാ ഇവിടെ ഇന്ന് ഒരെണ്ണം പൂക്കാൻ റെഡിയാണ്. അതിന് പാവം പൂക്കാൻ സ്പേസ് ഇല്ല കേട്ടോ. അയ്യോ അത് സാഡാണല്ലോ. ഇതിവിടെ സ്റ്റക്കായി നിൽക്കുക. അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഫോൺ വെച്ചിട്ട് നോക്കാം. ഞാൻ അതിനെ ഹെൽപ്പ് ചെയ്തു. അത് വിടർന്ന്. എൻ്റെ അമ്മേ എന്ത് മണമാണെന്ന് വരാ. ഞങ്ങൾ കൊടുത്ത ചെടിയാണ് ഞങ്ങളുടെ നെയ്ബറിൻ്റെ അവിടെ ഇങ്ങനെ ധാരാളം പൂക്കുകയും കാക്കുകയും ചെയ്യുമ്പോൾ ഐ ഫീൽ സൂപ്പർ. ഇതിനെ ഞാൻ വന്ന് രക്ഷപ്പെടുത്തി. 1, 2 ഓ ഗോഡ്. ഇന്നലെ രാത്രി അമ്മ ഇവിടെ വന്ന് കുറേ വീഡിയോസ് എടുത്ത് എന്ത് രസമായിരുന്നു. 20 പൂ ഇതുപോലെ പൂത്തു നിന്നു. ഇറ്റ് വാസ് ലൈക്ക് സോ ബ്യൂട്ടിഫുൾ. ഈ വർഷം നമ്മുടെ ഡ്രാഗൺ കുറച്ച് ഡിലേ ആയിരുന്നു, പക്ഷെ വന്നപ്പോൾ അത്യാവശ്യം വന്നു. പിച്ചിയിൽ പൂവുണ്ട്. 2-3 എണ്ണം എടുത്ത് ബെഡ്റൂമിൽ കൊണ്ടുവച്ചാൽ നല്ല മണം വരും. ദേ ഇവിടെ ആയിരുന്നു. സൂപ്പർ. ഇനി അപ്പുറത്ത് വല്ലതും ഉണ്ടോ എന്തോ. സോ ബ്യൂട്ടിഫുൾ. സോ ബ്യൂട്ടിഫുൾ. നമുക്ക് എല്ലാ വർഷവും ഏറ്റവും അധികം റംബൂട്ടാൻ കിട്ടുന്ന മരം ഈ വർഷം ഫുൾ കിളികളെല്ലാം കൊണ്ടുപോയി. വളരെ കുറച്ചത് 2-3 പാക്കറ്റ് ആകെ കിട്ടിയിട്ടുള്ളൂ. കഷ്ടം. എന്ത് ചെയ്യാനാ. ഈ മരത്തിൽ ഇത്തവണ ഈൽഡ് കുറവാണ്. ഗാർഡനിൽ കുഴപ്പമില്ല. ഇതിൻ്റെയൊക്കെ മുകളിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നേ. പക്ഷെ അതൊരു പച്ച കളറായ സമയത്ത് തന്നെ ഫുൾ കിളികൾ കൊണ്ടുപോയി. നോക്ക്, ഇത്തവണ വലിയ നെറ്റ് ഇടലോ ഒന്നും നടന്നില്ല. നല്ല മണമുള്ളതാണ് എൻ്റെ ഈ പിച്ചി. പക്ഷേ ഇതൊട്ടും നന്നായിട്ട് അങ്ങോട്ട് വളർന്ന് പന്തലിച്ച് ധാരാളം പൂ കിട്ടാറില്ല. മാക്സിമം ഇന്നൊരു 7-8 പൂവുണ്ട്. മാക്സിമം ഉണ്ട്. 10 പൂക്കുള്ളിൽ കിട്ടിയിട്ടേ ഇല്ല. ഇഷാനി ഫുട്ബോളൊക്കെ കഴിഞ്ഞ് വന്നു. ഓസി അശ്വിനൊക്കെ പോയി. ഇനി ഹൻസിന് ഫ്രൂട്ട്സ് വെട്ടിക്കൊടുക്കണം. അത് കഴിഞ്ഞേ കിടക്കാൻ പോകും. നാളെ കോളേജില്ല. ഇപ്പോഴൊക്കെ കോളേജില്ല എന്നത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എന്തോ ഹൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻറ്റ് തോമസ് ഡേയോ അങ്ങനെ എന്തോ ആണ്, അതുപോലെ എന്തോ ആണ്. അതുകൊണ്ട് നാളെ ഹോളിഡേ ആണ് എന്ന് പറഞ്ഞു. അപ്പം നാളെ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്. എന്നാലും ചെറിയൊരു റിലാക്സേഷൻ. രാവിലെ ഹൻസുവിന് കോളേജില്ലെങ്കിൽ ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും. ഹൻസുവിന് വേണ്ടിയുള്ള ഫുഡ് റെഡിയാക്കൽ അതൊന്നും അങ്ങനെ ബോദർ ചെയ്യണ്ടല്ലോ. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. നാളെ ജിമ്മിൽ പോകും. നാളെയും മറ്റന്നാളും ജിമ്മിൽ പോകും. ഓസിക്ക് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അഡ്മിഷൻ. അതിനിടയ്ക്ക് പെയിനൊന്നും വന്നില്ലെങ്കിൽ ഓൾമോസ്റ്റ് ഓസിയുടെ ടുവേർഡ്സ് ദി എൻഡ്, പ്രഗ്നൻസിയുടെ എൻഡൊക്കെ എക്സാക്ട്ലി എന്നെ പോലെയാണ്. ലൈക്ക് വളരെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലാണ്. ലൈക്ക് നമ്മളൊക്കെ ഇന്ന ദിവസം എന്നൊക്കെ എൻ്റെ മനസ്സിൽ എൻ്റെയൊക്കെ അങ്ങനെയായിരുന്നു. എക്സെപ്റ്റ് ഇഷാനി. ബാക്കിയെല്ലാം നമ്മളിന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് പോയി അങ്ങനെയായിരുന്നു. ഇന്ന് കിംസി പോയപ്പോൾ ലൈക്ക് ഐ വാസ് സോ ഹാപ്പി ടു സീ ആ ഒരു ഡെലിവറി ഏരിയയിൽ നമുക്ക് അതൊക്കെ സ്ഥലം കാണിച്ചു തന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. ആൻഡ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അവിടെയുള്ള ഹസീനയെ കാണിച്ചിരുന്നല്ലോ. ഹസീനയെ കാണിച്ചപ്പോൾ ഹസീന പറയുമ്പോൾ
ഒത്തിരി ആൾക്കാർ ഹസീനയുടെ ഞങ്ങളവിടെ നിന്നപ്പോൾ ഒരു ഫോൺ വന്നു, അത് സ്പീക്കർ ഇട്ട് കേൾപ്പിച്ചു. ഓസി പ്രസവിച്ചോ എന്ന് ചോദിച്ചിട്ട് ആൾക്കാർ വിളിക്കണേ. അപ്പോൾ ഹസീന ഇല്ല ഞങ്ങൾ ഇതിലേക്ക് നടന്ന് കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ നടക്കുവാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്നത്. ഓസി 2 ദിവസം ഇന്നലെ ഇട്ടൊരു വീഡിയോ. ഇന്നലെ ആക്ച്വലി അമ്മൂനും ഇഷാനിക്കും ഹൻസികയ്ക്കും വീട്ടിൽ ഷൂട്ടുള്ളൊരു ദിവസമായിരുന്നു. ആൻഡ് എല്ലാം കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് വെരി ലേറ്റ് ആൻഡ് വെരി ടയറിങ്. അപ്പോൾ ഓസി ഇന്നലെ വന്നപ്പോൾ ഓസി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ബേബി തിങ്സ് ഒക്കെ വാങ്ങി വെച്ചേക്കുന്ന ലൈറ്റില്ല. ഓസി പറയുന്നുണ്ടായിരുന്നു ബേബി തിങ്സ് എല്ലാം വാങ്ങി വെച്ചിട്ടൊരു വ്ളോഗ് എടുക്കണം എന്ന് കുറേ ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് കുറേ സാധനങ്ങൾ വാഷ് ചെയ്യാനുണ്ടായിരുന്നു, പിന്നെ കുറച്ച് വാഷ് ചെയ്തിട്ട് ഉണങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ അപ്പോൾ എല്ലാമൊക്കെ വാഷ് ചെയ്ത് ഉണങ്ങി റെഡിയാക്കി വെനിങ്ങാന്നോടുകൂടി അതെല്ലാം അങ്ങനെ റെഡിയാക്കി കിട്ടിയ. അപ്പോൾ ഓസി പറഞ്ഞു ഇനിയിപ്പോൾ നാളെ കാണാൻ ഇനി പ്രസവിച്ചു പോയാലോ, അപ്പോൾ ആ ഒരു വ്ളോഗ് എടുക്കാം. അപ്പോൾ ഓസി രാത്രി ഡിന്നറിന് വന്നപ്പോൾ ആ സമയത്ത് ഓസി ടയേർഡ്, ഞാൻ ടയേർഡ്, അശ്വിൻ വാസ് ലൈക്ക് ടയേർഡ്. എല്ലാം അശ്വിൻ്റെ മറ്റേ ഓൺലൈൻ മറ്റേ ജോലി നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്ന് രാത്രി ഡിന്നറൊക്കെ കഴിച്ചിട്ട് കുറച്ച് മുമ്പാണ് എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് നിരത്തി വെച്ചിട്ട് ഓസി ആ ഒരു വീഡിയോ ചെയ്തത്. അശ്വിനോട് അതിൽ പല സാധനങ്ങൾ എന്താണ് എന്ന് ഗെസ് ചെയ്യിക്കുന്നതായിരുന്നു അതിൻ്റെ ഒരു മെയിൻ ഓസി ഉദ്ദേശിച്ചിരുന്ന ഒരു കോണ്ടന്റ്. ആ രീതിയിലാണ് എടുത്തത്. ഇറ്റ് ഇസ് എ വെരി കാഷ്വൽ തിങ്. അതിനൊന്ന് എല്ലാവരും ഇങ്ങനെ ടയേർഡ് ആൻഡ് ഉറക്കം തൂങ്ങിയിരുന്നപ്പോൾ വീഡിയോ വെച്ചിട്ട് നന്നാവട്ടെ എന്ന് വെച്ചിട്ടാണ് കുറച്ച് കോമഡിയൊക്കെ പറഞ്ഞ് അതിനൊന്ന് ലൈവ്ലി ആക്കിക്കൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ അടങ്ങി ആണ് ഞാൻ ഇപ്പുറത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സഹായത്തിന് ഇഷാനിയോ അമ്മൂനെ ആരെയും വിളിക്കാൻ പറ്റാത്തപ്പോൾ അവരൊക്കെ ടയേർഡായിരുന്നു. നിലയ്ക്ക് അമ്മൂന് രാവിലെ തൊട്ട് വർക്കായിട്ട് ലൈക്ക് എല്ലാവരും ടയേർഡായിരുന്നു. അപ്പം ഞാൻ മാത്രം ഓസിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാമെന്ന് ഏറ്റിരുന്നത് കൊണ്ട് ഞാനങ്ങ് ചെയ്തതാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് അശ്വിൻ അന്ന് മറ്റേ ഓഫീസിൽ നിന്ന് കുറച്ച് കോൾസ് വരുന്നുണ്ട്. അപ്പോൾ അശ്വിൻ അതിൻ്റെ ഒരു സ്ട്രെസ്സിലായിരുന്നു. അശ്വിൻ അതിന് വേണ്ടിയൊക്കെ പോയി. ആ ഒരു വീഡിയോയ്ക്ക് പിന്നിൽ ഐ വാസ് ഏബിൾ ടു സീ എ ലോട്ട് ഓഫ് നെഗറ്റീവ് കമൻറ്റ്സ്. ഓക്കെ, ലൈക്ക് ഇറ്റ്സ് എ പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, എല്ലാവർക്കും അവരവരുടെ വ്യൂസ് വന്ന് എഴുതാം. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെയും നിങ്ങളത് മനസ്സിൽ എങ്ങനെയാണോ അങ്ങനെയൊന്നും അല്ല. തിങ്സ് ആർ ടോട്ടലി ഡിഫറെൻറ്റ്. അത് കഴിയും കോമഡി, എവറിത്തിങ് ഇസ് കോമഡി, ജസ്റ്റ് നൗ ദേ കെയിം ഹോം. ഇറ്റ്സ് ജസ്റ്റ് വിചാരിക്കുന്ന ഇങ്ങനെ അതിലിങ്ങനെ നമ്മൾ ഈ സിനിമയിലൊക്കെ ഓരോന്നൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിലൊരു പിക്ചറൈസേഷൻ ഉണ്ടല്ലോ, ഇങ്ങനെയാണ്. അങ്ങനെ അല്ല, റിയൽ ലൈഫിൽ അങ്ങനെയൊന്നും അല്ല. ഇറ്റ്സ് ഓൾ ടോട്ടലി ഡിഫറെൻറ്റ്. ആൻഡ് അത് ജസ്റ്റ് ഒരു ലൈവ്ലി കോമഡി ആയിട്ട് ചെയ്ത ഒരു വളരെ എൻ്റെ തന്നെ ഒരു മെനിങ്ങാന്ന് ഞാനിട്ടൊരു വീഡിയോ ഉണ്ട്. ഞാനും അശ്വിനും കൂടെ ഇരുന്ന് ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് ഞങ്ങൾ കുറച്ച് എൻജോയ് ചെയ്തൊക്കെ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരുന്നു. പറഞ്ഞാൽ ആരെങ്കിലും എനിക്ക് വല്ല അവാർഡ് കൊണ്ടുവന്നു ഇതില്ലല്ലോ, എന്ത് നല്ല അമ്മ, എന്ത് രസമായിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫൺ വീഡിയോസ്, അതൊരു ഫൺ വീഡിയോ ആയിരുന്നു ഓസി ഉദ്ദേശിച്ചത്. ഇറ്റ് വാസ് എ വെരി ഫണ്ണി വീഡിയോ, ലൈക്ക് ഷോയിങ് സർട്ടൻ തിങ്സ്. മറ്റൊരാൾക്ക് തികച്ചും ഫെമിലിയർ അല്ലാത്തത് ചോദിച്ചിട്ട് അതിനെ ഗസ് ചെയ്യാൻ നമ്മൾ ഹൂ നോസ് മീ ബെറ്ററും ഇങ്ങനത്തെ ഒക്കെ വീഡിയോസ് യൂഷ്വലി എല്ലാവരും ഇടുമ്പോൾ എന്തൊക്കെയോ ഒക്കെ നമ്മളിങ്ങനെ വളരെ ഫണ്ണി. അങ്ങനെ എൻ്റെയും കിച്ചുവിൻ്റെയൊക്കെ വീഡിയോസിൽ കിച്ചു തന്നെ എന്തുമാത്രം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെയിൻറ്റെയിൻ ലൈക്ക് എന്തുമാത്രം അങ്ങോട്ട് ആക്കിയൊക്കെ സംസാരിക്കും, കളിയാക്കി സംസാരിക്കും. ഇറ്റ്സ് ഓൾ ഇൻ ഒരു ഗുഡ് സെൻസിലാണ്. അതൊക്കെ ഒരു ഹ്യൂമറോട് കൂടി നല്ല രസകരമായിട്ട് ചെയ്യുന്നതാണ്. ഇതിനെ ഇത്രത്തോളം എങ്ങനെയാണ് എല്ലാവർക്കും ഇങ്ങനെ ഫീൽ ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷെ നിങ്ങൾക്കൊക്കെ എന്താണോ ഫീൽ ചെയ്തത് ആ ഒരു വികാരവും ആ ഒരു ഫീലും നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ, നമ്മൾ ആ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആർക്കും ഇല്ലായിരുന്നു. മനസ്സിലായില്ലേ? നമുക്ക് ആ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും ഇല്ലായിരുന്നു, അത് ഓസി എഡിറ്റ് ചെയ്യുമ്പോഴും ഇല്ലായിരുന്നു, അത് അപ്ലോഡ് ചെയ്യുമ്പോഴും ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് കാണുമ്പോഴും നമുക്കാർക്കും അങ്ങനെ തോന്നില്ല. ബിക്കോസ് ആ ഒരു എന്താണോ പുറത്തു നിന്ന് കാണുന്ന ഒരാൾ അവിടെ ഒരു റോങ് വൈബ് നിങ്ങൾക്ക് ഫീൽ കിട്ടുമല്ലോ, ഇങ്ങനെയായത്. ആ ഒരു സംഭവം അവിടെ ഇല്ലായിരുന്നു. അവിടെ ഇറ്റ് വാസ് ജസ്റ്റ് ഫൺ. പിന്നെ ഓൾ വർ ടയേർഡ്. അതിൻ്റെ ഒരു ഇതുണ്ട്. അശ്വിന് വർക്ക് ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും ഓസി വേഗമൊന്ന് എടുത്തൊന്ന് തീർന്നെങ്കിൽ എന്നുള്ളതിലാണ് ഞാനിരുന്നത്. ബിക്കോസ് ഐ വാസ് വെരി 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 ടയേർഡ്. എനിക്കത് കഴിഞ്ഞിട്ട് കുളിക്കാൻ പോകണമായിരുന്നു. അപ്പം എത്രയെങ്കിലും പെട്ടെന്നൊന്ന് ഹാപ്പി ആക്കുക, എടുത്ത് തീർക്കുക, ഒന്ന് ഫിനിഷ് ചെയ്യുക. അതിൻ്റെ ക്ലൈമാക്സിൽ ഓസി കൊച്ചിലിട്ട ഡ്രസ്സും എല്ലാം നമ്മൾ ആഡ് ഓൺ പോലെയൊക്കെ കൊണ്ടുപോകുന്നു. അങ്ങനെ തീർത്തൊരു നല്ല വീഡിയോ എടുത്തു എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഓസി അതാണെങ്കിൽ വലിയ ഒറ്റ ഗോയിൽ നമ്മൾ എടുത്തതാണ്. ലൈക്ക് ഇപ്പോൾ എഡിറ്റിങ്ങോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഓസിക്ക്. അതിൻ്റെ പിന്നാലെ ഓസിക്ക് ഇപ്പോൾ ഈ ഓസിയുടെ ഓഫീസ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടൊക്കെ ഓസി ഭയങ്കര ടയർഡാണ്. അത്രയ്ക്ക് വർക്കാണ്. കാരണം എല്ലാം പുതിയ സ്റ്റാഫ് ആയതുകൊണ്ട് ഓസി ഹാസ് ടു ബി ദെയർ. ലൈക്ക്
ഓരോ റാക്കിലൊരു സാധനം വെക്കുന്നതും ഓസിയുടെ ഒരു മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. സോ ഓസി ഭയങ്കര ടയേർഡാണ്. ആൻഡ് ഷി വോണ്ടഡ് ടു ഡു ദിസ് വീഡിയോ. ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ തൊട്ട് എനിക്ക് ആ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിരിക്കുക. ധൃതിയിൽ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഐ ജസ്റ്റ് വോണ്ട് ടു ടെൽ ദ വ്യൂവേഴ്സ്, ഓസിയുടെ അതിലെ വ്യൂവേഴ്സ് എൻ്റെ ഇതിലെയും വ്യൂവേഴ്സ് ആണോ എന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്നാലും അത് വളരെ നല്ല ഇൻറ്റൻഷനിൽ ചെയ്തൊരു ഫൺ വീഡിയോ ആയിരുന്നു. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അശ്വിനോട് താഴെ ഇരുന്നതിനൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അശ്വിൻ ആദ്യം സോഫയിൽ കയറിയിരുന്നു. സോഫയിലിരുന്നപ്പോൾ അപ്പോൾ ഹ്യൂജായിപ്പോയി. അങ്ങനെ അവിടെ കസേര ഇട്ട് കൊടുത്തു ആ ഫ്രെയിമിൽ. കാരണം സാധനങ്ങളൊക്കെ ഓസി ഓൾറെഡി അടുക്കിയത്. കസേര ഇട്ടപ്പോൾ അതും ഇങ്ങനെ ഫ്രണ്ടിലോട്ടായപ്പോൾ ഹ്യൂജായിട്ടിരിക്കുന്നു. അപ്പോൾ അശ്വിനെ പറഞ്ഞ ഞാൻ താഴെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് അശ്വിനാണ് കംഫർട്ടബിൾ അവിടെ താഴെ ആ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തപ്പോൾ അശ്വിനാണ് അങ്ങനെ ഇരുന്നത്. പക്ഷേ അത് എവ്രിബഡി വാസ് തിങ്കിങ് ഇൻ എ വെരി ഡിഫറെൻറ്റ് വേ. അങ്ങനെ അല്ല കേട്ടോ. നമ്മൾ കാണുന്നതും നമ്മൾ ചിന്തിക്കുന്നതും പോലെയൊന്നും ആയിരിക്കണം എന്നില്ല റിയാലിറ്റി ഈസ് ഡിഫറെൻറ്റ്. റിയാലിറ്റി നമ്മൾ വളരെ ഹാപ്പി ആയിട്ട്, വളരെ കംഫർട്ടബിളായിട്ട്, വളരെ ഫണ്ണി ആയിട്ട് എല്ലാവരും കുറച്ച് നേരം എൻജോയ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ പോകുന്നു. എന്ത് മണമാണെന്നോ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂക്കൾക്ക്. അടിപൊളി, ഭയങ്കര മാജിക്കാണ്. ഒരു വെള്ളപ്പൂ, പച്ച ചെടിയിലൊരു വെള്ളപ്പൂ. ദിവസങ്ങൾ കൊണ്ട് അതൊരു ഡാർക്ക് മെജന്ത കളറിലെ ഫ്രൂട്ട് വിച്ച് ഇസ് ലൈക്ക് സോ സ്വീറ്റായിട്ട് മാറുന്നു. നേച്ചറിൻ്റെ ഓരോ സംഭവങ്ങളെ. ഇൻട്രോയൽ എന്ന് പറഞ്ഞൊരു ഫേർണിച്ചർ ഗ്രൂപ്പുണ്ട്. അവരുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല പരിചയം. ഞങ്ങൾ കുറേ ആഡ്സ് അവരോട്ട് ചെയ്തിട്ടുണ്ട്. കിച്ചന് പേഴ്സണലി എൻ്റെ ഓണറെയൊക്കെ നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരിക്കൽ പോയപ്പോൾ അവിടെ ഇതിൻ്റെ ചെടി നിൽക്കുന്നത് കണ്ടിട്ട് അവിടെ നിന്ന് കിട്ടിയ ഒരു പീസ് കൊണ്ട് നട്ടാണ് ഞങ്ങളുടെ ഇത്രയും ചെടിയാക്കിയത്. ഞങ്ങളുടെ നെയ്ബറിന് കൊടുത്തത്, എൻ്റെ പാരൻസിൻ്റെ വീട്ടിൽ കൊടുത്തത്, അപ്പച്ചിയുടെ നാട്ടിൽ കൊടുത്തത്. ഞങ്ങൾ അവിടെ നിന്ന് കിട്ടിയൊരു ചെടി വെച്ചിട്ട് ഐ എം ഷുവർ ഇന്ന് നമ്മൾ കൊടുത്ത ആൾക്കാർക്കും അവർ കൊടുത്ത ആൾക്കാർക്കും ഒക്കെ ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 500 മൂട് ചെടികൾ ഇന്നത് ഉണ്ടായിട്ടോ. ഞങ്ങൾക്ക് കിട്ടിയ ഒരു 1-2 കമ്പ് അതുകൊണ്ട് നമ്മൾ ആദ്യം 2 ചട്ടിയാക്കി, 4 ചട്ടിയാക്കി. പിന്നെ അത് വളർന്നു. പിന്നെ നമ്മൾ എൻ്റെ പാരൻസിന് കൊടുത്തു, അപ്പച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി, നെയ്ബർ, അങ്ങനെ പലർക്കും. പിന്നെ ഞാൻ എൻ്റെ ഇവിടെ ഡ്രൈവറിനും അവർക്കും ഇവർക്കും പണ്ട് എല്ലാവർക്കും നമ്മൾ കണ്ടത് ഇടയ്ക്കൊന്ന് ലെങ്ത് കൂടുമ്പോൾ നമ്മൾ കട്ടിങ്. ഹസീനയുടെ അവിടെ വരെ പോയിട്ടുണ്ട്. ഹസീനയുടെ അവിടെ കഴിഞ്ഞ പ്രാവശ്യം കാച്ചു. സോ ഇറ്റ് ഫീൽ സോ നൈസ്. അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ധാരാളം പേർക്ക് കിട്ടും. നമ്മൾ കടയിലൊക്കെ പോയി കാശ് കൊടുത്ത് വാങ്ങിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, കുറച്ച് എക്സ്പെൻസീവ് അല്ലേ. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ തന്നെ ആകുമ്പോൾ ലാവിഷായിട്ട് കഴിക്കാം. എനിക്ക് അവിടെ അത് കാണുമ്പോൾ ഐ ഫീൽ വെരി ഹാപ്പി. ആ വീട്ടിൽ 3 കുട്ടികളുണ്ട്, 2 ഗേൾസ് 1 ബോയ്. സോ ഐ ഫീൽ റിയലി ഹാപ്പി. അതൊക്കെ ലൈക്ക് ദേ ക്യാൻ ഈറ്റ് ഇറ്റ്, നോ ലൈക്ക് ഇങ്ങനെ. അതും കടയിൽ കിട്ടണ പലപ്പോഴും എവിടെ നിന്നോ അതിങ്ങനെ പറിച്ച് അവിടെ വെച്ച് കടയിൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ വീട്ടിൽ കിട്ടുന്ന ഫ്രഷ്നെസ് കിട്ടില്ല. ഇവിടെ റെഡ് അങ്ങോട്ട് പറിക്കുന്ന ദിവസം തന്നെ കഴിച്ചാൽ എൻ്റെ അമ്മേ അതിൻ്റെ ഒരു ടേസ്റ്റ്. 20 എണ്ണം ഒരുമിച്ചാൽ നന്നായി. ഇപ്പോൾ നമുക്ക് എപ്പോഴും ഒരു 5-6 എണ്ണം ഒരുമിച്ചൊക്കെ പറിച്ചാലേ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറ്റും. ഒരെണ്ണമൊക്കെ ആണെങ്കിൽ അതിങ്ങോട്ട് അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് തന്നെ കൊതിയാവും. ഒരെണ്ണമൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ തന്നെ കഴിക്കും. കുറേ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. സ്ഥിരം കൊടുക്കുന്ന കുറച്ച് പേരുണ്ട്, അവർക്കൊക്കെ കൊടുക്കണം. അപ്പോൾ അത്രയൊക്കെ തന്നെ. ഇനി നമുക്ക് നാളെ കാണാം. നാളെ ജിമ്മിൽ കാണാം. എൻ്റെ ജിമ്മിൻ്റെ എപ്പോഴും കാണിച്ച ബോറല്ലേ. എന്നാലും എന്തെങ്കിലും നാളെ കാണിക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ലെറ്റ് അനദർ ഹാപ്പി മോർണിംഗ്. രാവിലെ ജിമ്മിൽ വന്ന് ആൻസിന് കോളേജില്ല. പക്ഷെ ഇന്ന് എനിക്ക് ഇച്ചിരി ഡിലേ ആയിട്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ വെച്ച് ആക്രി എടുക്കാനായിട്ട് ഉള്ള ആൾ പറഞ്ഞു വെച്ചിരിക്കും. രാവിലെ വരുന്ന വിചാരിച്ചു. പുള്ളി വന്നപ്പോൾ പുള്ളി അതിൻ്റെ പിന്നാലെ എൻ്റെ ഒരു 1/2 മണിക്കൂർ പോയി. രജിത്ത് വന്നൊന്നും അറിയത്തില്ല. പോയി നോക്കിയിട്ട് ഞാൻ രജിത്തിനോട് പറയുമായിരുന്നു, ഞാൻ നാളെ ഇവൻ്റെ കാലിൻ്റെ വർക്കൗട്ടായിരുന്നു, ഭയങ്കര പെയിൻ. പറയുമായിരുന്നു ഞാൻ നാളെ ഇനി വരുന്നത് നടക്കുമോ എന്ന് അറിഞ്ഞൂടാ. ഓസിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ട സമയം ആയി. അപ്പോൾ എനിക്ക് കുറേ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനുണ്ട് വീട്ടിലൊക്കെ. ഞാനൊരു 3-4 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ചെയ്യേണ്ട കുറേ. അപ്പോൾ നാളെ എനിക്ക് ജിമ്മിൽ വന്നാൽ ഉച്ച വരെയുള്ള എൻ്റെ കാര്യങ്ങൾ ഇവിടെ എങ്ങനെ സ്റ്റക്കാവും. പിന്നെ എനിക്ക് വീട്ടിൽ പോയാലും എനിക്കൊരു വലിയ എനർജി ഇല്ല ഒന്നും ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ നാളെ രാവിലെ കുറേ ചെയ്ത് തീർക്കേണ്ട, വീട്ടിലേക്ക് വാങ്ങേണ്ട സാധനങ്ങൾ, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. ഐ തോട്ട് ഐ വിൽ ഡു ദാറ്റ്. പക്ഷേ അതിൽ പകുതി കാര്യങ്ങൾ ഒരു പക്ഷേ എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ നാളെ ജിമ്മിൽ വന്നാലും ആയി. എന്തായാലും ഉച്ചയുടെ ഡെലിവറി പ്രമാണിച്ച് ഒരു 4-5 ദിവസത്തേക്ക് ഉറപ്പായിട്ട് എനിക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒരുവിധം കഷ്ടപ്പെട്ട് ചെയ്ത് ഇച്ചിരി ഫ്ലെക്സിബിൾ ആയതൊക്കെ വീണ്ടും സ്റ്റിഫായി പോകും. അതാണ് ഈ ആലോചിക്കുന്നത്. കയ്യും കാലും ഒക്കെ ഇങ്ങനെ അനങ്ങാതെ ഇരുന്നിട്ട് എങ്ങനെയോ ആണൊന്നും ഓക്കെ ആയത്. ഓക്കെ ആയില്ല, ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് നേരം ത്രെഡ്മില്ലും കൂടെ ചെയ്യണം. ഇവിടുത്തെ ഡ്രസ്സിങ് റൂമിലിരിക്കാൻ ഫീലിംഗ് വെരി ടയേർഡ്.
കാർ വന്നോന്ന് അറിയത്തില്ല. ഇന്നെന്താണെന്നറിയില്ല, ജിമ്മിലും ആൾ വളരെ കുറവായിരുന്നു കേട്ടോ. ഒരുപാട് പേരുള്ളത് എനിക്കിഷ്ടം. പരിചയമുള്ള കുറേ പേരെ കാണുകയും ചിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാം. നല്ല ടയേർഡായി ഞാൻ. ഇനി കുളിച്ചിട്ടൊരു ബെഡ് കിട്ടിയാൽ കിടന്നങ്ങ് ഉറങ്ങാം. പക്ഷെ വീട്ടിൽ പോയി അതൊന്നും പറ്റത്തില്ലല്ലോ. ഇന്ന് ഏതോ ഒരു സിനിമയ്ക്ക് ഉച്ചയ്ക്ക് അമ്മു ഇഷാനിയൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ എനിക്ക് ഉള്ള അർജുനോ മറ്റോ വരുന്ന പറയുന്നത്, അർജുൻ എന്നെന്തോ മീറ്റിംഗ് കൊണ്ട് വരാൻ പറ്റില്ല. അങ്ങനെ എന്നോട് ചോദിച്ചാൽ ഞാൻ വരുന്നു. എന്നാൽ ഞാൻ ആ ടിക്കറ്റിൻ്റെ കാശ് വേസ്റ്റ് ആവില്ലെങ്കിൽ ഞാൻ വരാമെന്ന് വെച്ചത്. അപ്പോഴാണ് ഹൻസു എന്ന് കോളേജില്ല, അത് ഇന്നലെ രാത്രി കഴിയും. ഹൻസുവിനോട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അവൾ പോയാൽ മതി. അതെനിക്കിപ്പോൾ ഈ ജിം വർക്കൗട്ട് കഴിഞ്ഞ് പോകുന്നതുകൊണ്ട് എനിക്ക് ഒരു നേരം ആകുമ്പോൾ ഐ ഫീൽ ഡ്രൗസി. ഇന്നലേക്ക് ഞാൻ വൈകുന്നേരം പഞ്ചായത്ത് സീരിയൽ ഇട്ടിട്ട് കാണാമെന്ന് പറഞ്ഞ് കുറച്ചത് ഇരുന്നു. പിന്നെ എനിക്ക് ഡ്രൗസി ഫീൽ വന്നു. അത് ബോറിംഗ് ആയിട്ട്, അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ അത് ഞാൻ പോസ് ചെയ്ത് വെച്ചിട്ട് കുറേ നേരം ആ സോഫയിൽ കിടന്ന് ഉറങ്ങി. പിന്നെ കുറച്ചൊക്കെ ഓഡ് ടൈമിലൊക്കെ ഉറങ്ങിയാൽ പിന്നെ ഒന്നിനും കൊള്ളൂല. അതാ മെസ്സേജ് വരുന്നു, ഡ്രൈവർ എത്തിയെന്ന് തോന്നുന്നു. നോക്കട്ടെ. അമ്മു, ഹൻസു ആൻഡ് ഇഷാനി ഗോയിങ് ഫോർ എ മൂവി. ഹാവ് ഫൺ. എൻജോയ്. ആ, ഏതോ ഒരു നല്ല ഇംഗ്ലീഷ് പടം കാണാനാണ് അവർ പോയത്. എന്നെയും വിളിച്ചു. പക്ഷെ എനിക്കിന്നിവിടെ കുറച്ച് പണിയുണ്ട്. നാളെയാണ് ഓസിയുടെ കൂടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാനൊക്കെ പോകേണ്ടത്. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട്. വൈകിട്ട് കുറച്ച് അമ്മൂൻ്റെ ഫ്രണ്ടും മുന്നും ഒക്കെ വരുന്നുണ്ട്, ഗസ്റ്റ് ഉണ്ട്. ഇതൊക്കെ കുറച്ച് നീറ്റാണ്. പ്ലസ് ഇന്ന് ലെഗിൻ്റെ എക്സസൈസ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചാൽ എനിക്ക് മാത്രമാണ്. എനിക്കിന്ന് കാലെല്ലാം വിറയ്ക്കുന്നു. ഞാൻ കടയിലൊക്കെ പോകുമ്പോഴും ലൈക്ക് ഐ വാസ് ഫീലിംഗ് വെരി, ശരിക്കും സിക്ക് ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. ഐ വാസ് വണ്ടറിങ് എന്ത് പറ്റി, എനിക്ക് എന്താ ഇങ്ങനെ വല്ലാതെ തോന്നുന്നതെന്നൊക്കെ. ഇപ്പോൾ അവർ ആ ലെഗ് ചെയ്യുമ്പോൾ അവർക്കും അങ്ങനെയാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലാന്ന് തോന്നി. അവർ സിനിമയ്ക്ക് വേണ്ടി ഇപ്പം ഞാൻ പോയി ലഞ്ച് കഴിക്കട്ടെ. ഇന്നലെ മറ്റേ മാച്ചിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കുറേ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ പോയി ലഞ്ച് കഴിക്കാൻ പോകും. ഇവരൊക്കെ വേഗം കഴിച്ചിട്ട് ഇറങ്ങി. കുറച്ച് ദിവസമായിട്ട് വീട് എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി ഊസി ഡെലിവറി കഴിഞ്ഞ് ന്യൂ ബേബിയൊക്കെ വരുമ്പോൾ വീട് ഷുഡ് ബി റിയലി നീറ്റ്. അങ്ങനെ അമ്മു പേഴ്സണലി കുഞ്ഞു വന്നിട്ട് കിടക്കാൻ പോകുന്ന ആ റൂം, താഴത്തെ ഗസ്റ്റ് റൂം, അവിടെ ആയിരിക്കും എപ്പോഴും നമ്മളെല്ലാവരും, ഞാനും ഡെലിവറി കഴിഞ്ഞിട്ടായാലും സിമിയുടെ 2 ഡെലിവറിയൊക്കെ കേട്ടപ്പോൾ ആ റൂമായിരിക്കും കുറച്ച് നാൾ യൂസ് ചെയ്യണം. കാരണം മറ്റേ കുളിക്കാനൊക്കെ താഴെ അവിടെയാണ് കുറച്ചൊരു സൗകര്യം. ആ റൂമൊക്കെ അമ്മു പേഴ്സണലി കയറി ഫുള്ള് ക്ലീനാക്കി. ഒരു പൊടി എവിടെ ഇരിക്കാൻ സമ്മതിക്കാതെ അമ്മു ഏണി വെച്ച് കയറി. കാരണം നമ്മൾ ജോലിക്കാരോട് പറയാം, പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന അത്രത്തോളം ഒരു പെർഫെക്ഷനിൽ എത്തത്തില്ല. അതുകൊണ്ട് അമ്മു കയറി നിന്ന് കംപ്ലീറ്റ് നീറ്റാക്കി. ദാറ്റ് വാസ് റിയലി വെരി സ്വീറ്റ്. അപ്പോൾ അമ്മുവാണ് ഫുൾ എഫേർട്ട് എടുത്തത് ക്ലീനിങ് ഓഫ് ദ ഹോൾ ഹൗസ്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഇവിടെ ഓരോ ഹൻസു ജനിക്കുന്ന മുമ്പ് ഈ വീടും, പണ്ട് ഓസിയും ഇഷാനി ജനിക്കുന്ന മുമ്പ് നമ്മൾ അന്ന് താമസിക്കുന്ന വാടക വീടുമൊക്കെ നമ്മളെ കുഞ്ഞ് വരുന്നതിന് മുമ്പ് അങ്ങ് ഫുൾ ഡസ്റ്റ് ഫ്രീ ആക്കി നീറ്റാക്കി കംപ്ലീറ്റ് എല്ലാം മാറ്റി എല്ലാം റെഡിയാക്കി വയ്ക്കും. അറ്റ് പ്രസൻറ്റ് ദ ഹൗസ് ഇസ് ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് എ സിറ്റുവേഷൻ. ഈ നമ്മുടെ ഫ്രണ്ട് സേറ ജോർജി ഈസ് കമ്മിങ് ഹോം വിത്ത് ഹെർ ബേബി. സേറ ഇവിടെ കുറേ വർഷം പോകുന്നുണ്ട്, കുഞ്ഞായിട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പം കുഞ്ഞൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അവർക്ക് കഴിക്കാൻ ഞാൻ കുറച്ച് സ്നാക്സൊക്കെ പോയി വാങ്ങി. അവരെ കഴിക്കാൻ വഴിയില്ല. സേറയുടെ വീട്ടിൽ പോകുമ്പോഴാണെങ്കിൽ സേറയുടെ അമ്മ സൂപ്പർ കുക്കാണ്. അവിടെ പോകുമ്പോൾ അവരുടെ ഹോം മെയ്ഡ് ഒത്തിരി ഐറ്റംസ് തരും. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിരുന്ന ഒരു രുചിയും കാണാൻ വഴിയില്ല. എന്നാലും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചു. ഐ ബോട്ട് ചിക്കൻ കട്ട്ലറ്റ്, പഫ് കട്ട്ലറ്റ്, ചിക്കൻ പഫ്, എഗ് പഫ്, എന്ത് പൊട്ടത്തിലോ പറഞ്ഞല്ലേ, ബീഫ് കട്ട്ലറ്റ്, പിന്നെ എന്താ വാങ്ങിച്ചാൽ, പിന്നെ സുപ്രീമിലെ ഗീ കേക്ക്, ഇത്രയും സാധനം വാങ്ങിച്ചു. പിന്നെ കുറച്ച് ഈ പാക്കറ്റ് ഐറ്റംസ് 1-2 ഐറ്റംസ് വാങ്ങിച്ചു. അത്ര തന്നെ. സോ ഐം ജസ്റ്റ് വെയിറ്റിംഗ് അവർ വരാൻ വേണ്ടി. അപ്പോൾ ഇന്ന് സിനിമയ്ക്ക് പോയിട്ട് റിയ, അമ്മുവും ഇഷാനി ഹൻസും റിയയും കൂടെ സിനിമയ്ക്ക് പോയി. അപ്പോൾ റിയയും കൂടെ ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്. വീട് കുറച്ച് നീറ്റാറ്റി കൊണ്ട് റിയ മുകളിലൊക്കെ പോയി കാണാത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ ഇടയ്ക്ക് അമ്മു മാറ്റി. എന്താ അമ്മു? അമ്മു അങ്ങനെ. അപ്പോൾ റിയ മുകളിൽ നിൽക്കുക. കുറച്ച് മുമ്പ് കിച്ചുവിന് വേണ്ടി ഞാനൊരു വ്ളോഗ് എടുത്ത് കൊടുത്തതേ ഉള്ളൂ, ഫിനിഷ് ചെയ്തു. കിച്ചുവിന് വ്ളോഗ് എടുത്ത് കൊടുത്താൽ എഡിറ്റും കൂടെ ഞാൻ ചെയ്തു. നിങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്തനുസരിച്ച് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബേബി, ഹൻസു ചായ വേണോ? ഹൻസ് കുട്ടിയുടെ ചായ ഒന്ന് ചൂടാക്കിയിട്ട് വരാം.
അമ്മ പറഞ്ഞു സേരയുടെ മോന് ബ്രോക്കലി വലിയ ഇഷ്ടമാണ്. അങ്ങനെ ബ്രോക്കലി സോട്ട് ചെയ്ത് വെച്ചേക്കുക. പാഷൻ ഫ്രൂട്ട് ജ്യൂസും ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ അതും ഞാൻ വാങ്ങി. ഓ, നമ്മുടെ ഫ്രിഡ്ജ് ഓവർലോഡാണ്. എന്താ അമ്മൂൻ്റെ റീലിലൂടെ സൂപ്പർ ഹിറ്റ് ആയ ഒരു കഥാപാത്രം. കം ബേബി. ഇവിടെ എല്ലാരും നിൽക്കുന്നത്. ജിമ്മി പോവാണ്. എന്തിനാ പോണേ? അയ്യോടാ. Sauce is coming. Sauce is coming. Sauce. കൊള്ളാവോ ഇട്ടു? ആദ്യമായിട്ടാ ഈ വീട്ടിലൊരു കൊച്ചു. കൊള്ളാമോ? ഇസ് ഇറ്റ് നൈസ്? പറ ആന്റിയോട് ഇറ്റ്സ് നൈസ് എന്ന് പറ. He's enjoying it. യമ്മി. അടിച്ചു കഴിക്കണേ. താൻ എങ്ങനെയാണ് ഈ ബ്രോക്കോളി ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇത്രയും ഒരു എന്തോ അത് ഞാൻ പറഞ്ഞില്ലേ, ആ സോസിന്റെ ടേസ്റ്റ് ആണ് അവനെ ആകർഷിച്ചത്. സത്യം പറഞ്ഞാൽ നല്ലല്ലേ ഇതൊക്കെ ഇഷ്ടമുള്ള അല്ല വെജിറ്റബിൾസ്. ഹൻസു ഹൻസു ഹൻസിക ഹൻസിക ഹൻസു. ക്യൂട്ട് ക്യൂട്ട്. പുള്ളി ചിലത് കൊതി കാരണം എല്ലാം കൂടെ വായിക്കാത്തിട്ടു എന്നിട്ട് ശ്രദ്ധിക്കുന്നു. അടിച്ചെടുത്ത് വെരി ഗുഡ്. ഗുഡ് ബൈ. ഈ വീട്ടില് ഇന്നത്തെ ദിവസം 2 ആൺതരികളുണ്ട്. ഒന്നും രണ്ടും. വലിയൊരു തരി, താഴെയായത് നോക്കണ്ട, അവന്റെ ഡ്രസ്സിലാവും നോക്കിയാൽ. ലിയാനൊക്കെ ഇവിടെ ഉള്ളപ്പോ ഇതിന്റെ ഒക്കെ ഒരു കൊച്ചു മറ്റേ ഇതറിയും. What is this? എവിടെ കൊണ്ടുവരും ഫുഡിന്റെ കാര്യത്തിൽ? ജസ്റ്റ് ലൈക്ക് അമ്മു. ഫുഡിന്റെ ബ്രോക്കലി ആണോ ഇഷ്ടപ്പെട്ടത്? കേക്ക് ആണോ ഇഷ്ടപ്പെട്ടത്? കേക്കാ? പൊറോട്ടയാ. ഇതിപ്പോ പൊറോട്ട ഉണ്ടായിരുന്നു അവിടെ. രാത്രി കഴിക്കും. സോസും നല്ല കോമ്പിനേഷൻ. ഇത് ബ്രോക്കോളി കഴിച്ചാല് പറ എന്ത് വരും? മസിൽ. കൈ അവിടെ. ആ ഡാൻസിന്റെ സ്റ്റെപ്പ് കാണിക്കാൻ എനിക്ക് കാണിച്ചേ. ഡാൻസിന്റെ സ്റ്റെപ്പ് ഏതാ? ഡാൻസിന്റെ സ്റ്റെപ്പ് ഏത് പാട്ടാ? Pretty little baby. പാട് പാട്. അങ്ങനെ രജിത്തിന് ന്യൂട്രാ ബഡ്ഡിയുടെ പുതിയ കസ്റ്റമറാണ്. അങ്ങനെ രജിത്ത് പേഴ്സണലി മീറ്റ് ചെയ്യാൻ വന്നേക്കാണ്. അവിടെ ഫുഡ് രജിത്തിന്റെ വണ്ടിയിലുണ്ടായിരുന്നു ഫുഡ്. ഇത് അഹാനയുടെ ഫുഡാണ്. ഇത് അഹാനയുടെ ഫുഡ്. അല്ല, ഇതിന്റെ കാര്യം എന്ന് പറയുക, പണ്ട് തൊട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ഈ ഹെൽത്ത് എക്സ്പെർട്സ് എല്ലാം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ വർക്കൗട്ട് ചെയ്താലും വർക്കൗട്ട് ഈസ് വെരി ഗുഡ് ഫോർ ദ ബോഡി. പക്ഷേ 70% ഫുഡും 30% ആണ് വർക്കൗട്ട്. അണ്ട് ഫുഡ് കട്ട് ചെയ്തില്ലെങ്കിൽ ജിമ്മിൽ കിടന്നിന് തലകുത്തി എന്നാലും രക്ഷയില്ല. അപ്പോഴാണ് അമ്മു പറഞ്ഞു, അമ്മു എന്ന് ഞാൻ മനസ്സിലായി, അഹാന
ആന പറഞ്ഞു പിന്നെ രജിത്ത് ആണ് എനിക്ക് ഫുഡ് കറക്റ്റ് കൊണ്ടിരുന്നത്, പക്ഷേ എക്സലൻ്റ് ആണ്. അപ്പം നമുക്കത് കാണുന്നുണ്ട്. അങ്ങനെ നമുക്കൊന്നൊരു ഇപ്പം 40 വയസ്സായി, ഒരു 35 ആക്കി എടുക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമം നടക്കും. അതെ അത് കുഴപ്പമൊന്നുമില്ല. അല്ലെ ഞാൻ 40 പറഞ്ഞ ചിരിച്ചത് രജത്ത് അമ്മൂനേക്കാൾ ഇളയതാ. അതുകൊണ്ട് ഇവരുടെയൊക്കെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാം. കാരണം എന്താ പറയുക, നമ്മളെക്കാൾ വളരെ ചെറുപ്പമുള്ളവർ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു ചെറിയ സാധനം നമ്മുടെ ദേഹത്ത് വീഴും. ഒരു ഓറയുടെ ഒരു സംഭവമുണ്ട്, നമുക്ക് ചെറുപ്പമൊക്കെ കിട്ടും. കിട്ടട്ടെ, അതെ കിട്ടിക്കൊണ്ടിരിക്കുക. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നെന്താ ഡിന്നർ സ്പെഷ്യൽ? എന്നും വെറൈറ്റിയാ. ഇന്ന് ലെബനൻ ഷീഖ് കബാബ് വിത്ത് ബാബ ഗനൂഷ്. വായിക്കാൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ആഹാരത്തിലോട്ട് ഡെയിലി ഒരു മാസത്തില് ഡെയിലി ഓരോരോ ഐറ്റംസാ. അപ്പൊ നമുക്ക് ഒരു മാസമല്ല, ഒരു ഐറ്റം വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു 2-3 മന്ത്സിലെ അടുത്ത് വരും. ഞാൻ എനിക്ക് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ചില സാധനങ്ങൾ പറയും രജിത്തിനോട്, രജിത്ത് ഇതൊന്ന് ഈ മാസം എപ്പോഴെങ്കിലും ഈ ആഴ്ച വെക്ക്. ശരി, വേണം വേണം എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഒരു ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ന്യൂട്ര ബഡിയിലേക്ക് എനിക്ക് വെയിറ്റ് കട്ടാവാൻ എനിക്ക് ഏറ്റവും എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം ഡയറ്റ് സോർട്ടഡ് ആണ്. നമുക്ക് വേണ്ടതായിട്ടുള്ള പ്രോട്ടീൻ, കാർബ്സ്, ഫാറ്റ്, അങ്ങനെ അത് നമുക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കുമല്ലോ അങ്ങനെ വേർതിരിക്കാൻ. അത് കറക്റ്റായിട്ട് വേർതിരിച്ച് ഇവരുടെ ടീം നമുക്ക് വീട്ടിൽ കൊണ്ട് ഡെലിവറി ചെയ്യും. അല്ല, അതിന്റെ വ്യത്യാസം എവിടെ കാണുന്ന പറയുന്നത്, ഞങ്ങളുടെ സ്കൂൾ ഫ്രണ്ട്സുമായിട്ട് പഴയ ഫോട്ടോസ്, മേ ബി കോളേജ് അല്ലെങ്കിൽ ജോലി കിട്ടിയ സമയം ഒരു 23 മുതൽ 30 വരെയുള്ള കാലഘട്ടത്തിൽ പഴയ ഫോട്ടോസ് നോക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് വയറില്ല. എല്ലാവരും ഇപ്പൊ അതേ ഏജ് ഗ്രൂപ്പിനെ എടുത്ത് നോക്കൂ, എവ്രിബഡി വയറില്ലാത്തതില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഫുഡ് ഡയറ്റ് നമ്മൾ കാരണം പണ്ട് ഇത്ര അവൈലബിൾ അല്ല. ഇന്ന് ഇഷ്ടം പോലെ ജങ്ക് ഫുഡാണ്, എങ്ങോട്ട് തിരിഞ്ഞാലും ജങ്ക് ഫുഡ് അവൈലബിൾ ആണ്. നമ്മൾ വീട്ടിൽ ഇരുന്ന് ഇവിടെ കൊണ്ട് തരും, കുറച്ച് കഴിഞ്ഞാൽ ബാക്കി അത് വെച്ച് തരും. അതെ, അതുകൊണ്ട് ഓക്കെ ബൈ. അപ്പൊ രജിത്തിനെ കുറെ പിടിച്ച് നിർത്തുന്നില്ല. ഇനി അടുത്ത കുറച്ച് കസ്റ്റമേഴ്സിനെ അതുകൊണ്ടാണ്. അപ്പൊ സന്തോഷം. അപ്പൊ നമ്മൾ ഇന്ന് ആഗ്രഹിച്ചോളൂ, ഇന്ന് രജിത്തെ പറ്റി പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് വർക്കൗട്ട് ചെയ്യണം. ഡയറ്റും നോക്കണം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇത്രയും നാൾ മത്സരം തരുന്ന തീറ്റി മത്സരമായിരുന്നു. ഇനി അത് മാറ്റിയിട്ട് ഡയറ്റ് മത്സരമാക്കാം. ഹെൽത്ത് തിരിച്ചു. ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കറക്റ്റ്. അത് ഈ ഒരു ഏജിൽ ഇപ്പൊ പിടിച്ചില്ലെങ്കിൽ നമുക്ക് ആയുസ്സുണ്ടെന്ന് അറിയില്ല. നെക്സ്റ്റ് ഒരു 20 വർഷം ജീവിച്ചിരിക്കുമെന്ന് നമുക്കറിയില്ല. ഇരിക്കുകയാണെങ്കിൽ അന്നത്തേക്കായിട്ട് ഇന്ന് കരുതിയില്ലെങ്കിൽ അല്ല അധികം ലോങ് ലൈഫ് ബുദ്ധിമുട്ടുണ്ടാകും. ഇല്ല, നമ്മള് ഹെൽത്തി ആയിട്ട് പോവുകയാണെങ്കിൽ ലോങ് ലൈഫ് ഒന്നും അതെ അതെ ശരിയാണ്. പണ്ടുള്ള എത്ര പേര്, എന്റെ അമ്മയുടെ അമ്മയൊക്കെ എത്ര വർഷം ചെയ്തു. ഇല്ല, നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ലോങ് ലൈഫ് ആണ് അച്ഛൻ്റെ വീട്ടിൽ. പക്ഷേ ഹെൽത്തി ആയിരിക്കണം നമ്മൾ. അതെ, ഹെൽത്ത് പോയി കഴിഞ്ഞാൽ പോയി, പിന്നെ ലോങ് ലൈഫ് കൊണ്ട് യാതൊരു ഒരർത്ഥവും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ രജിത്ത്, സോ മച്ച്. താങ്ക് യു. ബൈ 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 ബൈ. താങ്ക് യു. അപ്പോൾ ഓക്കെ, അത് രജിത്ത്. ഇച്ചു പുതുതായിട്ടാണ് രജിത്തിൻ്റെ ഇത് ഫുഡ് വാങ്ങി തുടങ്ങി. രജിത്ത് ഞാനിതുവരെ വാങ്ങി തുടങ്ങിയില്ല കേട്ടോ, ബിക്കോസ് എനിക്ക് ഐ ലൈക്ക് ഹോം ഫുഡ്. പക്ഷെ ഞാനത് അത്യാവശ്യം ഡയറ്റ് മീലാണ് ഇപ്പോൾ കഴിച്ചത്. ഇന്നേരം ചോറ് കഴിച്ചില്ല, കീൻവയാണ് കഴിച്ചത്. ഇഷാനിക്കായിട്ട് വാങ്ങിച്ച കീൻവ കുറേ ബാക്കിയുണ്ട്. റിയേം രജിത്തിന് ന്യൂട്രാ ബഡിയുടെ ഫുഡാണ് ഇപ്പോൾ കഴിക്കുന്നത്. അവൻ എന്താ ജ്യൂസ് കുടിക്കുന്നത്? വെള്ളവും. ഹലോ, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അകത്തോട്ടെടുത്തിട്ട് തിരിച്ചു പോകുന്നു. സിപ്പറിൽ വേണോ? സിപ്പറിൽ ഒഴിച്ചു തരണോ? സിപ്പറില്ല. സിപ്പർ നമ്മൾ അന്ന് ഹൻസുവിന്റെ വാഷ് ചെയ്ത് എവിടെ മുകളിൽ കയറ്റിയോ? എവിടെയാ? ഞാൻ ഒഴിച്ചു തരാം ബായില്. അപ്പൊ വെറുതെ കൊച്ചിനെ കളിയാക്കാൻ ചോദിച്ചതാ സിപ്പർ ആക്ച്വലി വീട്ടിൽ സിപ്പർ ഉണ്ട്, പക്ഷെ നോട്ട് ഇൻ ലോഫ്റ്റിൽ കയറ്റി. ഒട്ടും പ്രതീക്ഷിച്ചില്ല സിപ്പർ വേണം. സ്തുതി എങ്ങനെയാ? എടാ സ്തുതി കൊടുക്കെല്ലാവർക്കും. അവനിങ്ങനെ ആലോചിക്കും ജിപേ ഉണ്ടോ എന്നാ ഈ ആന്റിക്ക് മാത്രം സ്തുതി കൊടുക്കാം. ജ്യൂസും ബ്രോക്കലി ഒക്കെ തന്നെ ആന്റി അല്ലേ?
ആന്റിക്ക് സ്തുതി വരുമ്പോ ചിലപ്പോ ഗിഫ്റ്റ് തരുമായിരിക്കും. ഈ അമ്മ ഓരോന്നും പറഞ്ഞ് കഷ്ടം. സിപ്പർ അടി കിട്ടും. ശരി സ്തുതി സ്തുതി ബൈ. ബ്ലഡ് വരും. വരും. ടൈമായി അല്ലേ? അല്ലേ അമ്മുനെ എന്തിനാ അടിക്കുന്നത്? അടിക്കേണ്ട സമയമായി. എത്ര മണി? 7 മണിയാണ്. അപ്പൊ എത്രയാണ് അടി കിട്ടുന്ന സമയം? എന്തിനാ? പറ എന്തിനാ അടിക്കുന്നേ? പുഷ്. നേരത്തെ ഡാൻസില് അമ്മു വാ ഞാൻ പോയി കുറച്ച് കഴിയുമ്പോ അമ്മു ഇനി മാറിക്കും. ഇട്ടു ഭയങ്കര നോട്ടിയാണ്. ശരി ഇനി എല്ലാവർക്കും ഒന്ന് പോയി ബായ് പറയും. Bye, bye. ഇവര് വന്നതല്ലേ. ബൈ. സുകുമാറോ ആരാണോ അതൊക്കെ? പറ ബായ് അങ്കിൾ, ബായ് ആന്റി, ബായ് ചേച്ചി. ചേച്ചി എല്ലാ ചേച്ചിമാർക്കും ബായ് കൊടു. ചേട്ടന്റെ പക ഒരു ബൈ. ബായ് പറ. ശരി നമസ്തേ. നമസ്തേ. അതെ എല്ലാരും കൂടെ ഇട്ടുൻ എന്തിനാ കളിയാക്കുന്ന? അല്ല ഇട്ടു ചോദിച്ചാ സ്തുതി നമസ്തേ അല്ല. അത് എടുക്കുമ്പോഴാണ് ആ വടി എടുത്തോണ്ട് വരുന്നത്. സൂപ്പർ. കിച്ചു റംബൂട്ടാന്ന് പറഞ്ഞ പാവം ചാച്ചത് വടി എടുക്കാൻ പോയിന്ന്. പറഞ്ഞു പോയതാണ് ഇതൊന്ന് തുറന്നു കൊടുത്താ ഭയങ്കര കിച്ചു റംബൂട്ടാൻ പാവം ചാച്ച വടി എടുക്കാൻ പോണെന്ന്. വല്ല തോക്കുന്നോ വടിവാളെന്നൊക്കെ പറയുന്ന ഒരു സാധനമാണോ വിചാരിച്ചു. റംബൂട്ടാൻ എടുത്തിട്ട് വരാടാ ഇപ്പൊ. അതിനിടയിൽ കൂടി കൊച്ചിനെ കൊണ്ടുവന്ന റംബൂട്ടാൻ കാണാനുമില്ല. ആദ്യം ഇരിക്കുന്നു ഞാൻ പറയത്തില്ല. ഞാൻ വിചാരിച്ചു തുറന്ന് കാണിച്ച അവരിത് നല്ലതാണെന്നെല്ലാം കാണിക്കാന്ന് എന്നൊക്കെ പറയും. സാധനം കാണാൻ അങ്ങനെ എനിക്ക് തന്നത് ഓൾറെഡി ഞാൻ ബാഗിൽ വെച്ചു. ഇതിപ്പോ ആയില്ല, 2 വീക്സ് എടുക്കും. അല്ല ഡാർക്ക് കളറാവും. 2 ആഴ്ച കൂടെ നിൽക്കേണ്ട സമയം. ഇതിനകത്ത് ഇതിപ്പോ എങ്ങനെയെന്നറിയോ സംഭവം പൊടിക്കുമ്പോൾ നോക്കിയാൽ ഇതാണ് മറ്റേ- തൊലിക്ക് കട്ടി കൂടുതലാണെങ്കിൽ ഇനി ഇത് 2 ആഴ്ച നിൽക്കണം. ആക്ച്വലി 1 month ഒക്കെ നിൽക്കും ഇത്. കട്ടി കുറയും. കായ ടേസ്റ്റ് ഇത് അടത്ത് വരുന്നത്. ഇതിന് മധുരമായിട്ടില്ല. പക്ഷെ എനിക്ക് മറ്റത് തന്നേനെ മധുരമായിട്ടുണ്ടാവും. ആ ചപ്പി ചപ്പി കഴിക്കും. ഞാൻ സൂപ്പർ. പക്ഷെ ലുക്ക് ഇതിനാണ്. ആ ഈ കിടക്കുന്നതാണ് എന്തോ ഭംഗിയാണ്. ശരിക്കും ഇതിന്റെ ഫോട്ടോ എന്തോ അല്ലല്ലോ. സിഗരറ്റ് വലിക്കുന്നത് Wow! Light ആയിട്ട് സൂപ്പർ. അതുവരെ പോയിട്ട് വന്നപ്പോ എല്ലാം മറന്നു അല്ലേ? പോയിട്ടു അടിപൊളി. പറയുന്തോറും കൂടുതൽ തുറന്നു വെച്ച് ചോദിച്ചോണ്ടിരിക്കുക. ആ ഗുഡ് ബോയ്, ഗുഡ് ബോയ്. പണ്ട് അമ്മ പറയുമായിരുന്നു അച്ഛൻ ചവയ്ക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കും ഇങ്ങനെ. നിങ്ങൾക്കൊന്ന് വാടച്ചു വെച്ച് കഴിച്ചൂടെ? വാടച്ച പിന്നെ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ ഇതുകൊണ്ട് അന്ന് നമ്മൾ പഠിച്ചതാ വാ അടച്ചു തന്നെ. പക്ഷെ അടയ്ക്കരുത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടയ്ക്കത്തില്ല. ഫുൾ പവറിൽ ബോക്സിംഗ് ചെയ്തുകൊണ്ട് പെർഫോമൻസ് റംബുട്ടാൻ എടുക്കാൻ പറ്റും വിചാരിച്ചു ഇതിന്റെ വിലയിലിടാൻ അടിക്കുന്നു. കൊള്ളാവോ? അതുകൊണ്ട് അടിക്കും. പറഞ്ഞുകൊടുത്ത ഡയലോഗാണ് ഇവിടെയാണ് ഇറക്കിയത്. കൊള്ളാല്ലേ ചോക്ലേറ്റ്? കണ്ണു വെച്ച് ഉരുട്ടി. ഞാൻ ഇവിടെ ഇരിക്കുന്ന ധൈര്യത്തിൽ ഞാൻ കണ്ണു ഞാൻ ആദ്യം അച്ഛനെ ഭയങ്കര പേടി. താഴോട്ട് ഇറങ്ങി വിട്ടോ. സിങ്കായി. വേണ്ടേ? അവിടെ എത്തിയപ്പോ അന്യൻ സിനിമയൊക്കെ പോലെ ഓ ആള് മാറി. ഒരു ടേൺ തിരിഞ്ഞതും ആളങ്ങ് നോർമലായി. അങ്ങോട്ട് പോയപ്പോ ഞാൻ അടിക്കുന്നു ഞാൻ കരഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് അടിക്കുന്നു. എന്നെ എടുക്കാൻ പോയപ്പോ ഇവൻ വിചാരിച്ചു ഇവന്റെ വടി ഇടാൻ ഏതോ ബോംബോ. കേട്ടിട്ടില്ലാത്തൊരു വാക്കും ഞാൻ എന്നാ പോയിരുന്ന
മതി നമ്മൾ പോവാം ഒരെണ്ണം കൂടി എടുത്തു കൊടുക്കാം. അതെ 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 പെപ്പ ഉണ്ട് ചേച്ചിയുടെ കയ്യില്. Peppa Pig. Peppa Pig. ഒരു hug കൊടുക്ക്. ഒരു ഹഗ് കൊടുക്കാം. Good ഇങ്ങനെ boy. ഓടി ബാ, one, ഇങ്ങനെ 2, 3, start. ഇങ്ങനെ 1, 2. നീ ഹഗ് തന്നാ ഈ ചേച്ചി നിനക്ക് കിസ് തരും. ഡിസ്കോ ഡാൻസർ കം. I am a disco dancer. അങ്ങനെ ഫാമർ സ്വന്തം ഫാമിൽ നിന്ന് സേറയ്ക്ക് കൊടുക്കാൻ. ഇത് പഠിച്ചിട്ടില്ല സർ, ഇനിയും കുറേ ദിവസം. ഇതിനി കുറേ ദിവസം നിൽക്കണം. ഇലയാണ് കൂടുതൽ. തണ്ടോടുകൂടി മുറിച്ചില്ലെങ്കിൽ നാളെ വാടിപ്പോകും. അതിനകത്ത് കുറച്ച് വെള്ളവും ഒക്കെ നിൽക്കുന്നതല്ലേ. അയ്യോ എൻ്റെ പിടി പൊട്ടിയിരിക്കുന്നു. പിടി പൊട്ടിയിരിക്കുകയാണ്. റോങ് സ്ഥലത്ത് ഞാൻ പിടിച്ചതാണ്. നീ എന്നെ അടിക്കുന്നൊക്കെ പറഞ്ഞല്ലേ? മേടിച്ചു കവർ മേടിച്ചു. നോക്കി പറ. ബായ് അങ്കിൾ എന്ന് പറ. അയ്യോടാ. ഇനി ബായ് ആന്റി എന്ന് പറ. ഓ ബൈ. Thank you, say thank you. താങ്ക് യു. ഓ അതൊന്നും വേണ്ട. ഓ കണ്ടില്ല ആന്റിയുടെ ക്യാമറ കിട്ടിയില്ല. ഒന്നുകൂടി പറ. എല്ലാരും കാണട്ടെ. വളരെ നാച്ചുറൽ. അയ്യോ പൊങ്ങി പറയടാ. ആ സ്തുതി സ്തുതി. എല്ലാരും നോക്കി സ്തുതി. ഇറങ്ങാൻ സമയത്താണ്. ബൈ. Say bye. Bye guys എന്ന് പറഞ്ഞേ. അവിടെ നോക്കി പറ. അങ്ങനെ. Bye guys. ഫോൺ എവിടെ വെച്ചു? Bye Riya. ഡ്രസ് വാങ്ങിയോ? ഇതാണ് എന്റെ ഡ്രസ്. അല്ല ഓ ബ്രാൻഡഡ് ബോയ്. മറ്റേ ടോമിയുടെ അത് അങ്ങനെ പറയും ചില നേരത്ത്. ടോമിയുടെ ഷർട്ട് ഉണ്ടെന്ന് പറ. ഈ വെളിയിൽ കിടക്കുന്ന കാർ ഏതാ? അത് കുറച്ചുകൂടെ അകത്ത്. ആ കാർ ഏതാ? ഉറക്കെ പറ. ഡാ. ഓ വാവ്. ഓക്കേടാ ബൈ. ബൈ മോളെ. ബൈ. ഇതങ്ങനെ കഴിച്ചിട്ടുണ്ടോ? പനംകിഴങ്ങ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിരി കൂടെ വേഗമായിരുന്നു, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഇറ്റ്സ് വെരി സ്വീറ്റ് ടുഡേ. ഭയങ്കര ഫൈബ്രസ് ആണ്, ഗുഡ് ഫോർ ഹെൽത്താണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഇത് കഴിച്ചത്. ഞാൻ ഇവിടെ സ്ഥിരം ഫ്രൂട്ട് വാങ്ങിക്കുന്ന ഒരു കടയുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത്. അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ചോദിച്ചത് എന്താ സാധനം. അപ്പോൾ അത് കഴിഞ്ഞ് ഇതിൻ്റെ പേരാണ് പനംകിഴങ്ങ്. എങ്ങനെ കഴിക്കുന്നത് വെച്ചപ്പോൾ ബോയിൽ ചെയ്ത് കഴിക്കും. വേറെ എന്തൊക്കെ ഹസീൻ ഇടയ്ക്ക് വന്നപ്പോൾ കൊണ്ടുവന്നില്ലല്ലോ, അതിനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി കൊണ്ടുവന്നു. ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും മഞ്ച് ചെയ്യണം നമുക്ക് തോന്നുമ്പോൾ സൂപ്പറാണ്. നമുക്ക് വേറെ ഫാറ്റനിങ് സംഭവങ്ങളൊന്നും ഇല്ല അതിൽ. ടി വിയെ കാണുമ്പോൾ ചവച്ചിരിക്കാൻ കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് എന്താ പറയുക? എന്നെ സേറ വന്നു, സേറയും കുഞ്ഞുമായിട്ട് വന്നു. കുറച്ച് നേരം നല്ല രസമുണ്ടായിരുന്നു. അവൻ്റെ ഓരോ വികൃതിയും വെരി സ്വീറ്റ്. അവിടെ പോയി അമ്മു റിയെ ഡ്രോപ്പ് ചെയ്യാൻ പോയി. അമ്മും ഇഷാനിയും ഹൻസും റിയയും സിനിമ കഴിഞ്ഞിട്ട് സേറ വരുന്നുണ്ട്, റിയയും കൂടെ ഇങ്ങോട്ട് വന്നു. ഇവരെല്ലാവരും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ഹോളി ഏഞ്ചൽസിൽ. അമ്മുന് സ്കൂൾ ഫ്രണ്ട്സിലും സ്കൂൾ കഴിഞ്ഞിട്ടും അന്നും ഇന്നും ഒരേപോലെ ആ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കുട്ടിയാണ് സേറ. ഷീസ് ഗോട്ട് എ വെരി ബ്യൂട്ടിഫുൾ ഹൗസ് ആണ് വഴുതക്കാട്. വൺസ് അപ്പോൺ എ ടൈം ലോങ് ബാക്ക് SBI ബാങ്കിന് വേണ്ടി അവരുടെ ഒരു ആഡ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും കിച്ചു, ഞാനും ഇഷാനിയും കൂടെ. അപ്പോൾ അതിങ്ങനെ ഹോം ലോൺ, കാർ ലോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ അതിലൊരു വീടിൻ്റെ ഫോട്ടോ ഉണ്ട്.
ഒരു വീടിൻ്റെ ഫോട്ടോ ഉള്ളത് ഇവരുടെ വീടായിരുന്നു. അതിലൊരു അച്ഛനും അമ്മയും കുഞ്ഞും പോലെ പോസ്റ്റ് ചെയ്തിരുന്ന മോഡൽസ് കിച്ചും ഞാനും ഹൻസുമായിരുന്നു. കുറച്ച് നാൾ SBIയുടെ ഹോം ലോണിൻ്റെ സമയം 2002-2003 ആ കാലഘട്ടത്തിൽ അവിടെ ഇവിടെയൊക്കെ കണ്ട് ശ്രദ്ധിച്ചു എനിക്കറിയത്തില്ല, പോസ്റ്റേഴ്സ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഇവരുടെ വീടും ഞങ്ങളുടെ ഫേസുമായിരുന്നു SBIയുടെ ആഡിലും. അന്ന് എനിക്കത് സേരയുടെ വീട്, അപ്പം ഞാൻ നല്ല വീടല്ലേ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സേര കുറച്ചൊരു സീനിയറായിട്ടാണ് സ്കൂളിൽ ജോയിൻ ചെയ്തത്. പിന്നെയാണ് അറിയുന്നത് സേരയുടെ വീടായിരുന്നു, നല്ല വീടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ തന്നെ എൻ്റെ ഈ വീഡിയോ കുറേ ആയിപ്പോയി എന്ന് തോന്നുന്നു ലെങ്ത്. ഓസിയൊക്കെ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വരും. സോ ഐ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് ഓഫ് നൗ and see you all soon in my next video. Till then, take care. Bye.